രാവിലെ തന്നെ എണീക്കുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് എടുത്ത് നോക്കുന്നത് എൻ്റെ ഫോണാണ് കേട്ടോ. ആ ഫോണിൽ ഇന്ന് ഫസ്റ്റ് കണ്ട മെസ്സേജ് ഇതാ ഇവളുടേതായിരുന്നു. ഇതെൻ്റെ അനിയത്തിയാണ് കേട്ടോ. ഇന്ന് ക്രിസ്മസ് ഒക്കെ ആയിട്ട് ലീവല്ലേ, പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ, നമുക്കൊന്ന് കോഴിക്കോട് വരെ പോയി വന്നാലോ എന്ന്. അപ്പം അങ്ങനെ കോഴിക്കോട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ചെറിയ രീതിയിലുള്ള ഒരു ട്രിപ്പ്. മക്കൾസൊക്കെ ഇതാ കാറിൽ കയറിയിട്ട് അവരങ്ങനെ കളിക്കുകയാണ് കേട്ടോ. ഇവരുടെ ഈ ഒത്തൊരുമയും കളിയൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ ഒരു ബാല്യകാലമാണ് കേട്ടോ. ഞങ്ങളും ഇങ്ങനെ തന്നെയായിരുന്നു, നല്ല കൂട്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. മക്കൾക്കൊക്കെ വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു ജ്യൂസിൻ്റെ കട മാത്രമല്ല കേട്ടോ, ഒരു റെസ്റ്റോറൻറ്റും കൂടിയാണ്. കൊണ്ടോട്ടി പുളിക്കലാണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത്. മെയിൻ റോഡിൽ തന്നെയാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ചിട്ട് പിന്നെ നേരെ ഞങ്ങൾ പോയത് ഹൈലൈറ്റ് മാളിലോട്ടാണ്. ഹൈലൈറ്റ് മാളിൽ വന്നപ്പോഴാണെങ്കിൽ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ. ക്രിസ്മസ് ഒക്കെ ആയിട്ട് എല്ലാവരും ഉണ്ടായിരുന്നേ. അപ്പം അങ്ങനെ അവിടെ കുറച്ച് സമയമൊക്കെ ചിലവഴിച്ചിട്ടോ ഞങ്ങൾ. നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ. ക്രിസ്മസ് ട്രീയും സാൻഡയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് കുറച്ച് കളിക്കാനുള്ള ടൈമൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ പോകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ബീച്ചിലോട്ടായിരുന്നു കേട്ടോ. ബീച്ചിൽ എന്തൊക്കെ ബീച്ച് ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല കേട്ടോ. നല്ല ബ്ലോക്ക് ആയത് കാരണം ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. അങ്ങനെ തിരിച്ച് വന്നിട്ട് നേരെ കൊണ്ടോട്ടിയിൽ വന്നിട്ട് ടീ ആൻഡ് ടീ കയറിയിട്ടോ. അവിടുന്ന് ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ ബീച്ചിൽ പോകാൻ പറ്റാത്തതിന് ദേഷ്യം ഞങ്ങൾ ഫുഡിനോട് തീർത്തിട്ടു. അങ്ങനെ അവിടുന്ന് ഷവായും റൈസും പിന്നെ സ്റ്റീംഡ് മൊമോസൊക്കെ കഴിച്ചിട്ട് ഒരു ലൈമും കൂടി കുടിച്ചിട്ടാണ് കേട്ടോ തിരിച്ചു പോകുന്നത്.